Dear children, let's do activities. Take page 89, activity 2. Read the passage given below. It was the season of rain. Lily and baby were on the way to school. It may rain soon, Lily said. Baby looked up. The sky was filled with clouds. A strong wind blew. It began to rain. Water mixed with mud was flowing through the road. Note the underlined phrases in the passage. The phrase, the season of rain, can be replaced as rainy season. Now, rewrite the two other underlined phrases as shown above. ഞാൻ ഓൾറെഡി നിങ്ങളോട് ഗ്രാമർ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫ്രേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണമായ അർത്ഥം ഉള്ള ഒരു സെൻറ്റൻസിൻ്റെ ഭാഗമാണ് ഫ്രേസ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ ഫ്രേസ് ഇവിടെ ഒരു 3 ഫ്രേസസാണ് നമുക്ക് തന്നിരിക്കുന്നത്. സീസൺ ഓഫ് റെയിൻ, ഇറ്റ് ഈസ് അണ്ടർലൈൻ ഹിയർ. സ്കൈ വാസ് ഫിൽഡ് വിത്ത് ക്ലൗഡ്സ്. വാട്ടർ മിക്സ്ഡ് വിത്ത് മഡ്. ദ ഫസ്റ്റ് വൺ ഈസ് ദ സീസൺ ഓഫ് റെയിൻ. നമ്മൾ ഈ ഫ്രേസിൽ നോക്കിയാൽ ഇതിനകത്ത് 2 നൗണുണ്ട്. നൗൺ എന്ന് പറഞ്ഞാൽ നാമപദം, പേരിനെ സൂചിപ്പിക്കുന്ന വാക്ക്. ഇപ്പോൾ സീസൺ എന്ന് പറയുന്നത് ഒരു പേരാണ്, റെയിൻ പേരാണ്. പക്ഷേ ഇവയെ നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം. ഈ റെയിൻ എന്ന നൗണിനെ നമ്മളിവിടെ നാമത്തെ, സീസൺ എന്ന നാമത്തെ വിശേഷിപ്പിക്കുന്ന പദമാക്കി മാറ്റിയിരിക്കുകയാണ്. റെയിനി സീസൺ, മഴക്കാലം എന്നാണ് 2 പദത്തിൻ്റെ അർത്ഥം. ഈ 2 ഫ്രേസസിൻ്റെ അർത്ഥം മഴക്കാലം. അത് 2 രീതിയിൽ എഴുതുന്നതേ ഉള്ളൂ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ സീസൺ എന്ന വാക്ക് നാമപദമാണ്, നൗണാണ്. എന്നാൽ അതേസമയം റെയിനി എന്ന വാക്ക് അഡ്ജക്റ്റീവാണ്. ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ സീസൺ, സീസണിനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ വി ഹാവ് ടു ചേഞ്ച് അതർ 2 phrases ഓൾസോ. സ്കൈ വാസ് ഫിൽഡ് വിത്ത് ക്ലൗഡ്സ്. ഇവിടെ പ്രധാനമായിട്ട് നിൽക്കുന്ന, ഇവിടെ ആകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്കൈ എന്ന വാക്കിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്കൈ എങ്ങനെയുള്ളതാണ്? സ്കൈ വാസ് ഫിൽഡ് വിത്ത് ക്ലൗഡ്സ്. അപ്പം ആ സ്കൈയെ വിശേഷിപ്പിച്ചിരിക്കുന്ന രീതിയിൽ ആ ഫ്രേസിൽ നമുക്ക് ഏകദേശം വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആ ഭാഗത്തെ നമ്മൾ അഡ്ജക്റ്റീവായിട്ട് ഫോം ചെയ്യണം. അപ്പോൾ അതെങ്ങനെ വരും നോക്കാം. ആദ്യത്തേത് റെയിനി സീസൺ, രണ്ടാമത്തേത് ക്ലൗഡി സ്കൈ. ക്ലൗഡ്സ് എന്ന നൗൺ നമ്മളതിനെ ക്ലൗഡി എന്ന അഡ്ജക്റ്റീവായിട്ട് മാറ്റിയിരിക്കുന്നു. എങ്ങനെയുള്ള ആകാശം? ക്ലൗഡി സ്കൈ, മേഘാവൃതമായ ആകാശം. നെക്സ്റ്റ് ഫ്രേസ്, വാട്ടർ മിക്സ് വിത്ത് മഡ്. ഹിയർ വാട്ടർ ഈസ് എ നൗൺ ആൻഡ് മഡ് ഓൾസോ ഈസ് എ നൗൺ. We have to change the noun mud into an adjective. Here we get the phrase muddy water. ചെളിവെള്ളം എന്ന് അർത്ഥമുള്ളൂ. ചെളി നിറഞ്ഞ വെള്ളം, ചെളിവെള്ളം എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ഒരേ ആശയത്തെ പലതരത്തിൽ പ്രകടിപ്പിക്കാം. പക്ഷേ ആ ഫ്രേസസിൻ്റെ നോക്കിയ ഫങ്ഷൻസ് മാറിയത്. ചിലയിടത്ത് നൗണായിട്ട് വരുന്നു, ചിലയിടത്ത് അഡ്ജക്റ്റീവായിട്ട് വരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിൽ കുറിച്ച് വയ്ക്കും. കഴിഞ്ഞ ടേമിലൊക്കെ നമ്മൾ ഒരു യൂണിറ്റിലുണ്ടായിരുന്നു ഇങ്ങനെ അഡ്ജക്റ്റീവ്സിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കാൻ. ഞാൻ അന്ന് ഒരു വീഡിയോ ഒക്കെ അയച്ചിരുന്നു. ഫ്ലവേഴ്സ്, 3 ഫ്ലവേഴ്സ് കണ്ടോ. ഫ്ലവേഴ്സ് എന്ന നൗണിനെ, നാമപദത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നതാണ് 3 യെല്ലോ, 3 ടൈനി യെല്ലോ, 3 ബ്യൂട്ടിഫുൾ ടൈനി യെല്ലോ. അപ്പോൾ ഈ വാക്കുകളെല്ലാം ഫ്ലവേഴ്സ് എന്ന നാമപദത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നു. നൗ ലെറ്റ്സ് ഡു ആക്ടിവിറ്റി 5. നമുക്ക് 5ാമത്തെ ആക്ടിവിറ്റി എടുക്കാം. ടേക്ക് പേജ് 94. Here we have to find adverbs or modifying words or describing words. Here look at the passage taken from the story. Certain words in it are missing. The missing words tell more about the actions. Revisit the story and find out the missing words. നമ്മൾ ലിലിയുടെയൊക്കെ ചാപ്റ്റർ പഠിച്ചല്ലേ, അതിനകത്ത് ഒരു പാരഗ്രാഫാണ് ഇത്രയും ഭാഗം തന്നിരിക്കുന്നത്, ഗ്രേസി പ്ലീസ് എന്ന് മുതലുള്ള. അപ്പോൾ അതിനകത്ത് കുറച്ച് വേർഡ്സ് മിസ് ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ അത് കണ്ടുപിടിക്കണം. ഗ്രേസി പ്ലീസ് ലിലി ബാക്ക് അഗൈൻ. ഐ വോണ്ട് ലെറ്റ് യു ഇൻ അണ്ടർ മൈ അംബ്രല്ല, ഗ്രേസി സെഡ്. ലിലി കുഡ് നോട്ട് കൺട്രോൾ ഹർ ടീയേഴ്സ്. ഷി വെപ്റ്റ്.
The rain also was cruel to her. It came down on her. Okay, take page 73. Let's see the same passage. You have to find missing pages. Gracie, please. Lily begged again. Go away, girl. I won't let you in under my umbrella, Gracie said stubbornly. Lily could not control her tears. She wept bitterly. The rain also was quite cruel to her. It came down heavily on her. Here, let's see which are the missing words. On page 94, it is written, I won't let you in under my umbrella, Gracie said. But here, in the original passage, we can see go away, girl. Here, go is a verb and away describes the word go. So, it is an adverb. And the next missing word is stubbornly. Gracie said stubbornly. In this sentence, the verb is said. The word stubbornly is describing the verb said. How did Gracie say? Gracie said stubbornly. അതായത് ഈ സെൻറ്റൻസിൽ സെഡ് എന്ന വേർഡ് വെർബാണ്, ക്രിയാപദം, അതായത് പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്ക്. ആ പ്രവൃത്തി എങ്ങനെ ചെയ്തു എന്നാണ് സ്റ്റബേൺലി എന്ന വാക്ക് സൂചിപ്പിക്കുന്നത്. അതായത് അത് വെർബിനെ മോഡിഫൈ ചെയ്യുന്നു. അതിനെ നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചിൽ നേരത്തെ പഠിച്ചു, അഡ്വേർബ്സ് എന്ന് വിളിക്കും. ഇതുപോലെ അഡ്വേർബ്സ് ആണ് ഈ പാസേജിൽ മിസ്സിംഗ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് മിസ്സിംഗ് വേർഡ് ഈസ് ഷീ wept bitterly. In this sentence, wept is the verb and bitterly is the adverb. How did she weep? She wept bitterly. കരഞ്ഞത് എങ്ങനെ? അതികഠിനമായി, ഭയങ്കരമായി അവൾ കരഞ്ഞു എന്ന് പറയാൻ വേണ്ടി ബിറ്റർലി എന്ന അഡ്വേർബ് ഇവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്. ഇപ്രകാരം ഇംഗ്ലീഷ് സെൻറ്റൻസിൽ പ്രത്യേകം ഓർക്കുക, ഇങ്ങനെയുള്ള യൂസേജസ് ഉണ്ട്. നമ്മൾ മുമ്പ് കണ്ടു നൗണും അഡ്ജക്റ്റീവും. നൗണിൻ്റെ തൊട്ട് മുമ്പിലാണ് അഡ്ജക്റ്റീവ് വരുന്നതെങ്കിൽ ഇവിടെ വേർബിന് ശേഷമാണ് അഡ്വേർബ് വന്നിരിക്കുന്നത്. വെറ്റ്, ബിറ്റർലി. അതുപോലെ ഇങ്ങനെയുള്ള വേർഡ്സ് എല്ലാം നോക്കിയാൽ കാണാം. സ്റ്റബേൺലി, ബിറ്റർലി, ഹെവിലി. ഈ 3 അഡ്വേർബ്സ്, സ്റ്റബേൺലി, ബിറ്റർലി, ഹെവിലി, ഈ 3 അഡ്വേർബ്സിൻ്റെയും ലാസ്റ്റ് ലെറ്റേഴ്സ് നോക്കിക്കേ, LYയിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ നമുക്ക് അഡ്വേർബ്സിനെ കണ്ടുപിടിക്കാൻ ഏകദേശം എളുപ്പമുണ്ട്. എന്നാൽ എല്ലാ അഡ്വേർബ്സും അങ്ങനെയല്ല കേട്ടോ, അതൊരു യൂസേജ് മാത്രമാണ്. അപ്പം നമുക്ക് അഡ്വേർബ്സ് എന്താണെന്ന് നോക്കാം. An adverb is a word that modifies a verb or an adjective or another adverb. നോർമലായിട്ട് അഡ്വേർബ് എന്ന് പറഞ്ഞാൽ വെർബിനെ വിശേഷിപ്പിക്കുന്ന പദമാണ്. പക്ഷേ അത് ചില സാഹചര്യങ്ങളിലൊക്കെ അഡ്ജക്റ്റീവിനെയോ മറ്റൊരു വെർബിനെയോ വിശേഷിപ്പിക്കാം. അത് മറക്കരുത്. എപ്പോഴും വെർബിനെ മാത്രമല്ല വിശേഷിപ്പിക്കുന്നത്. പിന്നെ നിങ്ങൾ കൊച്ചുകുട്ടികളായതുകൊണ്ട് കൂടുതലും ഇതൊന്ന് മനസ്സിൽ വയ്ക്കുക. ബാക്കിയൊക്കെ ഇതൊക്കെ മറന്നു പോയാലും അഡ്ജക്റ്റീവ് അഡ്വേർബൊക്കെ ആയിട്ട് വരാമെന്ന് ഒക്കെ മറന്നു പോയാലും വേണ്ടിയില്ല. ഇതൊന്ന് മനസ്സിലുറപ്പിക്കുക. വെർബിനെ വിശേഷിപ്പിക്കുന്ന വാക്കാണ് അഡ്വേർബ്. അഡ്വേർബ്, വെർബ്. ഓക്കെ. അപ്പോൾ there are 4 ways in which an adverb modifies the action. ഒരു പ്രവൃത്തിയെ വിശേഷിപ്പിക്കാനായിട്ട് അഡ്വേർബ് ഉപയോഗിക്കുമ്പോൾ അത് 4 രീതിയിലാണ്. ഫസ്റ്റ് വൺ, ഹൗ ഈസ് ദ ആക്ഷൻ പെർഫോംഡ്? എങ്ങനെയാണ് പ്രവൃത്തി നിർവഹിക്കപ്പെടുന്നത്? 2, വെയർ ഈസ് ദ ആക്ഷൻ പെർഫോംഡ്? എവിടെയാണ് പ്രവൃത്തി നിർവഹിക്കപ്പെടുന്നത്? 3, വെൻ ഈസ് ദ ആക്ഷൻ പെർഫോംഡ്? എപ്പോഴാണ് ഈ പ്രവൃത്തി നിർവഹിക്കപ്പെടുന്നത്? 4th വൺ,
how often or frequent is the action performed. അതായത് എത്ര പ്രാവശ്യം എത്ര തവണയൊക്കെയാണ് ഈ ആക്ഷൻ സംഭവിക്കുന്നത്. നമുക്ക് ഏതാനും എക്സാമ്പിൾസ് നോക്കാം. ഹൗ ഈസ് ദ ആക്ഷൻ പെർഫോംഡ്? ഫസ്റ്റ് എക്സാമ്പിൾ, ഐ ഏറ്റ് മൈ ഡിന്നർ ക്വിക്ക്ലി. നമ്മളിപ്പോൾ ലിലിയുടെ ചാപ്റ്ററിൽ കണ്ട ആ പാസേജിലെ പോലെ എൽവയിലാണ് ഇവിടെ ഈ അഡ്വേർബ്സ് അവസാനിക്കുന്നത്. അതുപോലെ നോക്കുക, വെർബിന് തൊട്ട് ചേർന്നല്ല ഇവിടെ അഡ്വേർബ്സ് വന്നിരിക്കുന്നത്. ഇവിടെ ഏറ്റ് എന്താണ് കഴിച്ചത്? മൈ ഡിന്നർ. അതെങ്ങനെ കഴിച്ചു? ക്വിക്ക്ലി. ഐ ഏറ്റ് മൈ ഡിന്നർ ക്വിക്ക്ലി. ഇവിടെ ഏറ്റ് വെർബാണ്. ആ വെർബിന് ശേഷം മാത്രമാണ് ക്വിക്ക്ലി എന്ന അഡ്വേർബ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് സെൻറ്റൻസ്, ദ അലാം റാങ് ലൗഡ്ലി. ഇവിടുത്തെ സബ്ജക്റ്റ് അലാമാണ്. ദ അലാം വെർബ് റാങ്. അതെങ്ങനെയാണ് മണിയടിച്ചത്? ലൗഡ്ലി. അപ്പോൾ ഉച്ചസ്വരത്തിൽ അലാം അടിച്ചു. നെക്സ്റ്റ് വൺ, വേർ ഈസ് ദ ആക്ഷൻ പെർഫോംഡ്? എവിടെയാണ് പ്രവൃത്തി നിർവഹിക്കപ്പെടുന്നത്? എക്സാമ്പിൾ, പുട്ട് ദ കേക്ക് ദയർ. ഹിയർ ദ വെർബ് ഈസ് പുട്ട് ആൻഡ് ദ അഡ്വേർബ് ഈസ് ദയർ. എവിടെയാണ് ഒരു വസ്തു ഇരിക്കുന്നത്? കേക്ക് ഇരിക്കുന്നത് എവിടെയാണ്? അവിടെ. പുട്ട് ദ കേക്ക് ദയർ എന്ന് പറഞ്ഞാൽ കേക്ക് അവിടെ വയ്ക്കുക. ഇവിടെ എവിടെ എന്നതിനെ സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ് വൺ, സാം സീസ് മെനി പപ്പീസ് ഔട്ട്സൈഡ്. ഇവിടെ സീസ് വെർബാണ്, ഔട്ട്സൈഡ് അഡ്വെർബാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെയൊക്കെ വെർബിന് ശേഷമാണ് അഡ്വെർബ്സ് വന്നിരിക്കുന്നത്. ചില എക്സെപ്ഷൻസ് ഉണ്ട്, നമുക്കിത് പിന്നീട് കാണാം. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് വൺ, വെൻ ഈസ് ദ ആക്ഷൻ പെർഫോംഡ്? എപ്പോഴാണ് പ്രവൃത്തി നിർവഹിക്കപ്പെടുന്നത്? എക്സാമ്പിൾസ്, മൈ ഫാദർ കെയിം ഹോം ഏർലി. എൻ്റെ ഫാദർ വീട്ടിൽ നേരത്തെ വന്നു. കെയിം വെർബ്, ഏർലി അഡ്വേർബ്. എപ്പോൾ വന്നു? നേരത്തെ വന്നു. അങ്ങനെ പറയാൻ വേണ്ടി ഏർലി എന്ന അഡ്വേർബ് ഉപയോഗിച്ചിരിക്കുന്നു. ജോ വെന്റ് ടു സ്കൂൾ ടുഡേ. എപ്പോൾ ജോ സ്കൂളിൽ പോയി? ജോ ഇന്ന് സ്കൂളിൽ പോയി. വെന്റ് വെർബാണ്, ടുഡേ അഡ്വേർബ്. ഫോർത്ത് വൺ, ഹൗ ഓഫൻ ഓർ ഫ്രീക്വൻറ്റ് ഈസ് ദ ആക്ഷൻ പെർഫോംഡ്? എത്ര തവണ, എത്ര പ്രാവശ്യമൊക്കെയാണ് ഒരു കാര്യം, എപ്പോഴൊക്കെയാണ്? അവിടെ എക്സാമ്പിൾ നോക്കാം. സംടൈംസ് ഹി പ്ലേസ് ക്രിക്കറ്റ്. സംടൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലപ്പോഴൊക്കെ. അപ്പം ചിലപ്പോഴൊക്കെ അവൻ ക്രിക്കറ്റ് കളിക്കുന്നു. എപ്പോഴും ക്രിക്കറ്റ് കളിക്കണമെന്നില്ല, ചിലപ്പോഴൊക്കെ ക്രിക്കറ്റ് കളിക്കുന്നു. നെക്സ്റ്റ് വൺ, റിതേഷ് നെവർ സ്മോക്സ്. ഇവിടെ നെവർ എന്ന വാക്ക് ഒരിക്കലും ഇല്ല എന്നുള്ള മീനിങ്ങാണ്, നെഗറ്റീവ് മീനിങ്ങാണ് ആ വാക്കിന്. റിതേഷ് ഒരിക്കലും പുക വലിക്കുകയില്ല. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഹൗ ഓഫൺ, ഫ്രീക്വൻറ്റ് എന്ന രീതിയിൽ ആക്ഷൻസിനെ സൂചിപ്പിക്കുന്ന മോഡിഫൈങ് വേർഡ്സ് വരുമ്പോൾ, അതായത് അഡ്വേർബ്സ് വരുമ്പോൾ ഇവിടെ വെർബിന് മുൻപാണ് വന്നിരിക്കുന്നത്. ഇതൊരു എക്സെപ്ഷനാണ്. ഞാൻ പറഞ്ഞിരുന്നു വെർബ്സിന് ശേഷമാണ് അഡ്വേർബ് വരുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയുണ്ട്, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക. എങ്കിലും സാരമില്ല, നിങ്ങളെല്ലാം കൂടെ കൺഫ്യൂഷൻ ആക്കണ്ട. ജസ്റ്റ് ഇത്ര ഓർക്കുക, വെർബിനെ വിശേഷിപ്പിക്കുന്ന വാക്കാണ് അഡ്വേർബ്. അഡ്വേർബ്സ് സാധാരണയായിട്ട് വെർബിന് ശേഷം വരുന്നു. അത്രയും മനസ്സിലുറപ്പിക്കും. ഓക്കെ, നൗ റീഡ് ദ ഫോളോയിങ് സ്റ്റോറി. സം വേർഡ്സ് ആർ അണ്ടർലൈൻഡ് ഇൻ ഇറ്റ്. Select apt words from the box below and place them before action words. നമുക്ക് അടുത്ത ആക്ടിവിറ്റിയാണ് ഇത് കേട്ടോ. അതായത് ഈ ആക്ടിവിറ്റിയിൽ തന്നെ ഒരു സെക്ഷനാണ്. നമുക്കൊരു എഡിറ്റിംഗ് പാസേജ് തന്നിട്ടുണ്ട് പേജ് 95. അത് നോക്കാം. Once upon a time there lived a hare and a tortoise in the forest. The hare always talked about his speed. He made fun of the tortoise for his low speed. The hare challenged the tortoise to have a race with him. The tortoise accepted the challenge. The race began. The crow was the referee. The hare ran very fast. The tortoise also ran. He was left far behind. The hare stopped to take a rest under a tree. He fell asleep.
The tortoise passed him and reached the winning post. The hare woke up a little later and ran very fast. He saw that the tortoise was already there at the winning post. He had won the race. The hare lowered his head. What is happening here? In this passage, there is a story. You are familiar with this story. It is the story of a hare and a tortoise. നമുക്കറിയാം അല്ലേ, ആമയുടെയും മുയലിൻ്റെയും കഥ, അവരുടെ പന്തയം, ഓട്ടപ്പന്തയം. Here some words are underlined and tackled. Talked, accepted, ran, reached, lowered. We all know that these words are verbs. As we have already seen how to find adverbs in a passage, let's insert adverbs adjacent to these verbs. Let's see how. In this box there are some words. These words are adverbs or modifying words. Slowly, proudly, bravely, shamefully, gently. First of all, please number these verbs 1, 2, 3, 4, 5, like that. And then match these verbs with these adverbs. For such matching, you have to know the meaning of the passage. To match such things, we have to eliminate the most possible options first. Let's see. The hare always talked about his speed. ഇവിടെ അർത്ഥം എന്താണ്? ഒന്നുകൂടെ പറയാം മലയാളത്തിൽ. ഇവിടെ ഡാർക്കൻ ചെയ്ത് തന്നിരിക്കുന്ന, അടിവരയിട്ട് തന്നിരിക്കുന്ന വാക്കുകളെല്ലാം ക്രിയാപദങ്ങളാണ്, വെർബ്സാണ്. അതിന് ചേർന്ന ഓരോ വെബ്സിനും ചേർന്ന അഡ്വേബ്സാണ് ഇവിടെ ബോക്സിൽ തന്നിരിക്കുന്നത്. അപ്പം നിങ്ങളത് സെലക്ട് ചെയ്യണം. ആദ്യമായിട്ട് ഓരോ വെബ്സിന് ഇങ്ങനെ നമ്പർ കൊടുക്കുക. അതിനുശേഷം പെയർ ചെയ്യണം. ഏത് വെർബിന് പറ്റിയതാണോ അഡ്വെർബ് എന്ന് പെയർ ചെയ്യുക. അത് ഒരു നമ്പർ കൊടുക്കാൻ എളുപ്പമാണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് എടുക്കുക കേട്ടോ, ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യുക. അതിനുശേഷം നമ്മൾ സെൻറ്റൻസിൽ എവിടെയാണ് ചേർക്കേണ്ടത് നോക്കണം. വെറുതെ ചേർത്ത് വയ്ക്കരുത്. കാരണം അത് നമ്മൾ പഠിച്ച പോലെ വെർബിന് തൊട്ട് ശേഷം എപ്പോഴും ആയിരിക്കണമെന്നില്ല അഡ്വെർബ്. അപ്പോൾ വെറുതെ ചേർത്ത് വയ്ക്കരുത്, ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള വാക്കുകൾ ആദ്യമേ എലിമിനേറ്റ് ചെയ്യണം. ആദ്യം നമുക്ക് എളുപ്പമുള്ളത് നോക്കാം. ആദ്യം നോക്കിയത് ടോക്ഡ്. ദ ഹെയർ ഓൾവേസ് ടോക്ഡ് അബൌട്ട് ഹിസ് സ്പീഡ്. ഹെയർ എപ്പോഴും തൻ്റെ വേഗതയെക്കുറിച്ച് സംസാരിക്കും. നമ്മളറിയാം, നമ്മുടെ ഒരു നല്ല കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ സാധാരണയായിട്ട് നമ്മളെങ്ങനെയാണ് പറയുന്നത്? അവൻ പറ്റിയ വേണമെന്നോ നോക്കാം. സ്ലോലി, സാവധാനം, പ്രൗഡ്ലി, അഹങ്കാരത്തോടെ അല്ലെങ്കിൽ അഭിമാനത്തോടെ, ബ്രേവ്ലി, ധീരതയോടെ, ധൈര്യത്തോടെ, ഷെയിംഫുള്ളി, നാണത്തോടെ, ജെന്റ്ലി, സൗമ്യതയോടെ. അപ്പോൾ ഇതിനകത്ത് ഏതായിരിക്കും? നമ്മളൊന്ന് യോജിച്ച് നോക്കിയാൽ നമുക്കറിയാം. പ്രൗഡ്ലി എന്നോ അല്ലേ, ഒരാൾ നമ്മുടെ സ്വന്തം കാര്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ചില അഹങ്കാരത്തോടെ അഭിമാനത്തോടെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ പ്രൗഡ്ലി എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. The hare always talked about his speed. The hare always talked proudly about his speed. അപ്പോൾ ടോക്റ്റിന് തൊട്ട് ചേർന്ന് പ്രൗഡ്ലി എന്ന അഡ്വെർബ് ചേർക്കും. അടുത്ത സെൻറ്റൻസ് നോക്കാം. The tortoise accepted the challenge. ടോർട്ടീസ് അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്വീകരിച്ചു. The tortoise accepted the challenge. ആ വെല്ലുവിളി ആമ സ്വീകരിച്ചു. അപ്പോൾ അതെങ്ങനെയായിരിക്കും സ്വീകരിച്ചത്? പറ്റിയതുണ്ടോ നോക്കാം. കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള എലിമിനേറ്റ് ചെയ്യാൻ നോക്കാം. ഏതിനാണ് നമ്മൾ മാച്ച് ചെയ്യണമല്ലോ ആദ്യമായിട്ട്. ടോർട്ടീസ് ഓൾസോ റൺ. ആമയും ഓടി. ആമ എങ്ങനെ ഓടുന്നതെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാം. ദ ടോർട്ടീസ് ഓൾസോ റാൻ സ്ലോലി അല്ലേ. അത് വെർബിനെ തൊട്ട് ചേർന്ന് സ്ലോലി. അടുത്ത് നോക്കാം. ദി ടോർട്ടീസ് പാസ് ഹിം ആൻഡ് റീച്ച് ദ വിന്നിംഗ് പോസ്റ്റ്. ടോർട്ടീസ് അവനെ കടന്നുപോയി ആ വിന്നിംഗ് പോസ്റ്റിലെത്തി. അവിടെ എന്താണ്, എങ്ങനെയായിരിക്കും ഒരാൾ ഒരു കാര്യം നേടുമ്പോൾ അയാളുടെ മനോഭാവം? നമുക്ക് ബാക്കി പ്രൗഡ്ലി പോയി, സ്ലോലിയും പോയി. ഇനി മിച്ചമുള്ളത് 3 വാക്കുകളാണ്. നോക്കുമ്പോൾ നമുക്കറിയാം റീച്ച് ചെയ്യുമ്പോൾ എന്തായാലും ബ്രേവ്ലി അല്ലേ, ധൈര്യത്തോടെ ധീരതയോടെ വിന്നിംഗ് പോസ്റ്റിലെത്തിയെന്ന്.
അപ്പോൾ ഇവിടെ ദ ടോർട്ടീസ് പാസ് ഹിം ആൻഡ് റീച്ച് ബ്രേവ്ലി ദ വിന്നിംഗ് പോസ്റ്റ് എന്നാണോ, ബ്രേവ്ലി റീച്ച് ദ വിന്നിംഗ് പോസ്റ്റ് എന്നാണോ, റീച്ച് ദ വിന്നിംഗ് പോസ്റ്റ് ബ്രേവ്ലി എന്നാണോ? ഹൗ ടു റൈറ്റ്? കൺഫ്യൂഷനാണ് അല്ലേ? ഓക്കെ, ലെറ്റ്സ് സീ. The tortoise passed him and reached the winning post bravely. അങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ. ഇവിടെ നമ്മൾ ബ്രിട്ടീഷ് ചാനൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കുറച്ച് പേരെങ്കിലുമൊക്കെ ശ്രദ്ധിച്ച് കൂടിയവർ. ബ്രേവ്ലി റീച്ച്ഡ് എന്നാണ് അവർ പറഞ്ഞത്. നമ്മുടെ ട്രഡീഷണൽ ഗ്രാമറിൽ പക്ഷേ സാധാരണയായിട്ട് ഇങ്ങനെയുള്ള അഡ്വേർബ്സ് വെബിന് ശേഷമാണ് വരുന്നത്. അതുപോലെ ഇവിടെ റീച്ച് എന്ന വാക്കിനോട് വാട്ട്, വെൻ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമുക്കൊരു ഒബ്ജക്റ്റ് കിട്ടും അല്ലേ? സെൻറ്റൻസിലെ ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ട്, ദ വിന്നിംഗ് പോസ്റ്റ്. അതുകൊണ്ട് ആ ഒബ്ജക്റ്റിന് ശേഷം വേണം അഡ്വേർബ് വരാൻ. അപ്പോൾ ഇവിടെ റീച്ച് ദ വിന്നിംഗ് പോസ്റ്റ് ബ്രേവ്ലി എന്ന് പറയണം. ഇനി നമുക്ക് രണ്ട് ഭാഗത്തു കൂടിയാണ് ചേർക്കാനുള്ളത്. ദ ഹെയർ ലോവേഡ് ഹിസ് ഹെഡ്. എങ്ങനെയാണ് ഒരാൾ തോറ്റു കഴിഞ്ഞാൽ പിന്നെ അല്ലേ, നാണം കെട്ട് തല താഴ്ത്തി. അപ്പോൾ അവിടെ ദ ഹെയർ ലോവേഡ് ഹിസ് ഹെഡ് ഷെയിംഫുള്ളി. കുറച്ച് തൊട്ടും നമ്മൾ ചെയ്ത പോലെ തന്നെ ഇവിടെ ഒബ്ജക്റ്റ് ഉണ്ട്, ഈ സെൻറ്റൻസിൽ ഒബ്ജക്റ്റ് ഉണ്ട്, ഹിസ് ഹെഡ്. അതുകൊണ്ട് ലോവേഡിന് ശേഷം തൊട്ട് ചേർന്നല്ല, ദ ഹെയർ ലോവേഡ് ഹിസ് ഹെഡ് ഷെയിംഫുള്ളി എന്നാണ് ചേർക്കേണ്ടത്. ഇനി നമുക്ക് അവസാനമായിട്ട് ഒരെണ്ണമാണ് അവശേഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെവിടെയാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒരു പക്ഷേ എവിടെയായിരിക്കും വന്നത്, ഏത് വാക്കാണ് ചേർക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ ഇനി ബാക്കി ഒരെണ്ണേ ഉള്ളൂ, ജെൻലി. നമുക്ക് എളുപ്പമാണ് ഇതിന് കണ്ടുപിടിക്കാം അല്ലേ? ദ ടോർട്ടീസ് അക്സെപ്റ്റഡ് ദ ചലഞ്ച് ജെൻലി. അവിടെയും ഇങ്ങനെയാണ് ചലഞ്ച് എന്നുള്ള ഒബ്ജക്റ്റ് വരുന്നുണ്ട്. ദ ടോർട്ടീസ് ആക്സെപ്റ്റഡ് ദ ചലഞ്ച് ജെൻലി എന്നെഴുതുക. ഓക്കെ ഡിയർ ചിൽഡ്രൻ, യു ഹാവ് ടു ടേക്ക് പേജ് 98, project work. It is the same activity as we have done, the activity related to adverbs. Read the following sentences. The boys sat quietly in the class. Children danced happily at the party. I was extremely excited to see the film star. ഇവിടെ ഡാക്കൻ ചെയ്തിരിക്കുന്ന വാക്കുകളെല്ലാം എന്താണ്? അഡ്വേർബ്സ് ആണ്. സാറ്റ് ക്വൈറ്റ്ലി, എങ്ങനെ ഇരുന്നു? ശാന്തമായിട്ടിരുന്നു. ചിൽഡ്രൻ ഡാൻസ് ഹാപ്പിലി, കുട്ടികളെ എങ്ങനെ ഡാൻസ് ചെയ്തു? ഹാപ്പിലി. അപ്പോൾ അങ്ങനെയുള്ള വേർഡ്സ്. ഇങ്ങനെ ദ അണ്ടർലൈൻ വേർഡ്സ് ഡിസ്ക്രൈബ് ഓർ മോഡിഫൈ ആക്ഷൻ വേർഡ്സ് ഇൻ ദ സെൻറ്റൻസസ്. For example, in the first sentence, the word quietly describes the action word sat. In the second sentence, the word happily describes or modifies the action word danced. Now, can you find out the action word and the modified word in the third sentence? Here is a project work for you. Given below are some action words. Refer to a dictionary and pick out words that describe or modify these action words. You may also try to find out the meaning of these words. ഈ പ്രോജക്റ്റ് വർക്കിൽ കുറച്ച് വേർഡ്സ് നമുക്ക് ആ ബോക്സിൽ തന്നിട്ടുണ്ട്. ആ വേർഡ്സിന് പറ്റിയ ആക്ഷൻ വേർഡ്സാണ് തന്നിരിക്കുന്നത്. ആക്ഷൻ വേർഡ്സിന് പറ്റിയ അഡ്വേർബ്സ്, അതായത് മോഡിഫൈങ് വേർഡ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, ആർ യു റെഡി? അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ 3-4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അഡ്വേർബ്സിനെ സംബന്ധിച്ച് അല്ലേ? അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും ഹൗ ഈസ് ദ ആക്ഷൻ പെർഫോംഡ്, അതുമായിട്ട് ബന്ധപ്പെട്ട അഡ്വേർബ്സാണ് നമുക്ക് കൂടുതലും ചെയ്യാനുള്ളത്. നമുക്ക് എളുപ്പമുണ്ട് അത് കണ്ടുപിടിക്കാൻ. ബാക്കിയുള്ളവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നിയേക്കാം അല്ലേ? ഇതിപ്പോൾ വളരെ എളുപ്പമാണ്. എന്താണ്? എൽ വൈയിൽ അവസാനിക്കുന്ന വാക്കുകൾ ഇഷ്ടം പോലെയുണ്ട്. അങ്ങനെയുള്ള നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് ദ ബോക്സ് ഗിവൺ ഓൺ പേജ് 98. ആക്ഷൻ വേർഡ്സ്, മോഡിഫൈങ് വേർഡ്സ്. മോഡിഫൈങ് വേർഡ്സിൻ്റെ അവിടെ വേണം നിങ്ങൾ അഡ്വേർബ്സും കൂടെ എഴുതിക്കോ കേട്ടോ. ആക്ഷൻ വേർഡ്സിൻ്റെ അവിടെ വേർബ്സ് എന്ന് എഴുതാം. വെർബ്, ക്രിയാപദങ്ങൾ. sang, shouted, danced, fought, said, crossed, spoke, waited, touched, walked, talked, replied, cried, behaved and swayed. ഇതൊക്കെ അർത്ഥം വളരെ സിമ്പിളാണ്, നിങ്ങൾക്കറിയാം അല്ലേ? പാടി, അട്ടഹസിച്ചു, ഡാൻസ് ചെയ്തു, യുദ്ധം ചെയ്തു, പറഞ്ഞു, ക്രോസ് ചെയ്തു. അതായത് റോഡ് ക്രോസ് ചെയ്യുന്നത് നമ്മൾ പറയും അല്ലേ? മറികടക്കുക എന്നൊക്കെ പറയും അല്ലേ? മുറിച്ച് കിടക്കുക. സ്പോക്ക്, സംസാരിച്ചു, കാത്തുനിന്നു, സ്പർശിച്ചു, നടന്നു, സംസാരിച്ചു,
മറുപടി കൊടുത്തു, കരഞ്ഞു, പെരുമാറി, ആൻസേർഡ്. നമുക്ക് നോക്കാം ഫസ്റ്റ് വേർഡ് സാങ്. ഒരു ഉദാഹരണം നോക്കാം. നിയ സാങ് ബ്യൂട്ടിഫുൾ. നിയ ഒരു പാട്ട് പാടി നോക്കാം. അപ്പോൾ അവൾ എങ്ങനെ പാടി? നിയ സാങ് ബ്യൂട്ടിഫുള്ളി, മനോഹരമായി പാടി. അപ്പോൾ ഒന്നാമത്തെ ആക്ഷൻ വേർബിന് പറ്റിയ അഡ്വേർബ്, അതായത് മോഡിഫൈങ് വേർഡെന്ന് പറയുന്നത് ബ്യൂട്ടിഫുള്ളി. നെക്സ്റ്റ് വേർഡ് ഷൗട്ടഡ്, അട്ടഹസിച്ചു, ഉച്ചത്തിൽ സംസാരിക്കുന്നതിന് ഉച്ചത്തിൽ സംസാരിച്ചു. നമ്മൾ സാധാരണ മനുഷ്യരുടെ രീതി അനുസരിച്ച് എപ്പോഴാണ് ഉച്ചത്തിൽ സംസാരിക്കുന്നത് അല്ലേ? നമ്മുടെ മൂഡ് ചേഞ്ചസ് അനുസരിച്ച് സംസാര രീതി മാറ്റം വരാം. നമുക്ക് ആപ്റ്റായിട്ടുള്ള വേർഡ് ഏതാണ്? ആലോചിച്ച് നോക്കിയാൽ യെസ്, ഷൗട്ടഡ് ആംഗ്രിലി. ഒരാൾക്ക് ദേഷ്യം വരുമ്പോൾ ഉച്ചത്തിൽ സ്വരം എടുത്ത് അട്ടഹസിച്ചൊക്കെ പറഞ്ഞു തന്നിരിക്കും. ഷൗട്ടഡ് ആംഗ്രിലി. ഷൗട്ടഡ് എന്ന വേർബാണ്, അതായത് ആക്ഷൻ വേർഡാണ്. അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. എങ്ങനെ ഷൗട്ട് ചെയ്തു? ആംഗ്രിലി, ദേഷ്യത്തോടെ ഷൗട്ട് ചെയ്തു. ഓക്കെ, ദ റെസ്റ്റ് ഓഫ് ദ വേർഡ്സ് ഷുഡ് ബി ഡൺ ബൈ യുവർ സെൽഫ്. ഓക്കെ, നിങ്ങൾ തനിച്ച് ചെയ്യുക ബാക്കിയുള്ള വാക്കുകൾ. താങ്ക് യു.